കൂലി കണ്ടു. നമ്മുടെ രജനീകാന്തിൻ്റെ കൂലി തൃശ്ശൂർ ഫൺ മൂവീസിൽ പോയിട്ടാണ് കണ്ടത്. ഒരു ശരാശരി സിനിമ കണ്ട ഒരു ഫീലാണ് എനിക്കുള്ളത്. ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ചിട്ടൊന്നുമല്ല സിനിമയ്ക്ക് പോയത്. കാരണം എക്സ്പെക്റ്റേഷനുകൾ കുഴപ്പമുണ്ടാക്കും. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ സിനിമ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാതെ വരും. അതുകൊണ്ട് ഞാൻ ഒരു പ്രതീക്ഷയില്ല. ഞാൻ ചുമ്മാ ഒരു സാധാരണ സിനിമ കാണാൻ പോകുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് പോയി കണ്ടത്. എന്നാലും ലോകേഷ് കനകരാജിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, ഒരിത്തിരി ഗംഭീരമായിട്ട് കാണും. മാത്രമല്ല ജയിലറിൽ നമ്മളിങ്ങനെ മോഹൻലാലിനെയും ശിവരാജ് കുമാറിനെയൊക്കെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുള്ളൊരു സംഭവം നമ്മുടെ നെൽസൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു താരങ്ങളെ അനുനിർത്തിക്കൊണ്ട് ലോകേഷ് വരുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടോ അല്ലെങ്കിൽ ഒരു ആ റേഞ്ച് അല്ലെങ്കിലും ഇത്തിരി നല്ലത് ഞാൻ പ്രതീക്ഷിച്ചു. കുറച്ചും കൂടി നല്ലൊരു ഒരു കിഡിലൻ ഡെപ്ത് പ്രതീക്ഷിച്ചിരുന്നു കഥയ്ക്ക്. പക്ഷേ ഇതിൽ സ്റ്റാർ കാസ്റ്റ് കാര്യങ്ങളൊക്കെ വിട്, മൊത്തത്തിൽ കഥയ്ക്കൊരു ഡെപ്ത് കുറവുണ്ട്. നമ്മളെ അങ്ങോട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല. ബോറടിപ്പിക്കുന്നോ വെറുപ്പിക്കുന്നൊന്നുമില്ല, നമുക്കിങ്ങനെ കണ്ടിരിക്കാം അവസാനം വരെയും. അതല്ലാതെ കണ്ട് ഗംഭീര സംഭവം, അടിപൊളി മാസ് എന്ന് പറയാനുള്ള ഒന്നും അതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് നാഗാർജുന മെയിൻ വില്ലനാണ്, പക്ഷേ അദ്ദേഹത്തിന് ഒരു പവർഫുൾ വില്ലൻ എന്ന് പറയാനുള്ള യാതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അമീർ ഖാൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട. ട്രെയിലറിൽ കണ്ടപ്പോൾ എന്തോ ഗണ്ണൊക്കെ പിടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. ഉള്ളിക്ക് ഇതെന്തോ സംഭവമാണ്, ക്ലൈമാക്സിൽ വരാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി. വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടു. ഞാൻ പറയണില്ല, എനിക്ക് ചില നേരത്തെ ചിരിയും വന്നു. ചിരിയല്ല, അതിൽ ചിരിക്കാനുള്ള സംഭവമേ ഉള്ളൂ. പോയി കണ്ടു നോക്കുക. അത് അങ്ങനെയായിപ്പോയി. നാഗാർജുന ഇങ്ങനെയും. ഉപേന്ദ്രയാണ് അതിൽ ആ ഒരു മാസ് ഹീറോയിസം കാണിച്ച ഒരാൾ, ആ ഒരു ക്യാരക്ടർ. പിന്നെ സൗബിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, പറയാതെ ചേട്ടാ. ഒരു സൈക്കോ പരിപാടിയാണ് അവൻ്റെ. അടിപൊളിയായിട്ട് സൗബിൻ ചെയ്തിട്ടുണ്ട്. ഹാസ് ഓഫ്, അത് ഗംഭീരമായി. അതൊഴികെ സൗബിനൊഴികെ ബാക്കി ആരും വലിയ ഗംഭീര സംഭവം എന്ന് പറയാനുള്ള ഒരു സാധനവും കണ്ടില്ല. രജനി സാർ പിന്നെ ഓൾറെഡി അദ്ദേഹം എപ്പോഴും ചെയ്യുന്ന അതേപോലെ തന്നെ സ്റ്റൈലും കാര്യങ്ങളും കാണിച്ചു പോകുന്നുണ്ട്. ശ്രുതി ഹാസൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ഡെപ്ത് കുറവാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവില്ല. സോ നിങ്ങളിത് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഒരു സാധാരണ ഒരു സിനിമ, ഒരു തമിഴ് സിനിമ, രജനീകാന്തിൻ്റെ ഒരു സിനിമ കാണാൻ പോകുന്ന പോലെ പൊക്കോളൂ, കണ്ടിരിക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സുഖമായിട്ട് കണ്ടുവരാം. ലോകേഷ് കനകരാജ് സംഭവം പ്രതീക്ഷിക്കേണ്ട, കാരണം അതില്ല ഇതിനകത്ത്. അദ്ദേഹത്തിൻ്റെ യാതൊരു ടച്ചും എവിടെയും എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിൽ നിന്നും കുറച്ചും കൂടി നല്ലതാണ്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് പ്രതീക്ഷിച്ചത്. അത്രയേ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാം. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.